അന്ന് കഴിക്കാറാണ് കഴിയാക്കട്ടെ അമ്മ. ഇന്ന് പതിവിലും കുറച്ച് നേരത്തെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം അമ്മ ഇവിടെ ഇല്ല. തലേന്ന് പോകുന്നതിന് മുമ്പായിട്ട് അമ്മ ദോശേൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ദോശക്കൂട്ടെടുത്ത് ചുടേണ്ട ഒരു പണി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു കറി കൂടെ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ടായി. ധ്രുവ് നല്ല ഉറക്കത്തിലാണ്. ഇപ്പം ഏകദേശം സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 8 മണിയോടുകൂടി അമ്മ പോയിട്ട് വന്നിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അമ്മ തൊഴിലുറപ്പിന് പോയിട്ടുണ്ടായി. പോകുന്ന വഴിയിൽ ധ്രുവിനെ അവിടെ ഏട്ടൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചായയോടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മൾ അത്രയും പേഴ്സണലി അറിയുന്ന ആരും തന്നെ അത്രയും കണ്ട് നമ്മളെ സപ്പോർട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. ചിലരൊക്കെ എന്നെ കാണുന്ന സമയത്ത് പറയാറുണ്ട്, നിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, പക്ഷേങ്കിൽ ഈ പറയുന്നവരുടെ ലൈക്കോ കമൻറ്റൊന്നും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും ലൈക്കിലൊന്നും കാണാറില്ല. അതൊക്കെ പോട്ടെ. എന്തായാലും ചോറിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. ഈ അടുപ്പ് കത്തിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ടാസ്ക് ആണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുവിധം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മത്തലോനലും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ട്. അത് തേങ്ങയരച്ച് കറിയാണ് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അരി അടുപ്പത്തിടാൻ പോകുമ്പോഴത്തേക്ക് ഒരാൾ കൂടെ എന്നെ കമ്പനി പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നാൾ പതിവിലും നേരത്തെ തന്നെ എഴുന്നേറ്റുണ്ട്. ചെറിയൊരു വാശിയും ചാടിയും ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഉറക്കത്തിന് വേണ്ടിയുള്ള വാശിയും ചാടിയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആളെ അങ്ങ് ഉറക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക.